ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പുതിയ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം പുറപ്പാട് പുസ്തകം 28ഉം 29ഉം അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് 28 അധ്യായം 3 വാക്യം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. ഇന്നത്തെ വായനഭാഗത്തിൽ ദൈവം താൻ തിരഞ്ഞെടുത്ത പുരോഹിതന്മാർ ധരിക്കേണ്ട വിശുദ്ധ വസ്ത്രത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ഈ സ്ഥാനവസ്ത്രങ്ങൾ അവരെ അടയാളപ്പെടുത്തുന്നതും പൗരോഹിത്യത്തിൻ്റെ പദവി സൂചിപ്പിക്കുന്നതും ആയിരുന്നു. മാത്രമല്ല, പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വങ്ങളെയും അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയായിരുന്നു. പുരോഹിതന്റെ സ്ഥാനവസ്ത്രത്തിനാണ് ഏഫോദ് എന്ന് പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനുള്ള ഒരു പ്രശ്ന ഉപാധിയായും ഏഫോദിനെ കരുതിയിരുന്നു. എന്നാൽ എന്തായിരുന്നു ഈ ഏഫോദിൻ്റെ പ്രാധാന്യം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദൈവിക ശുശ്രൂഷയിൽ വിശുദ്ധത ആവശ്യമാണ്. ദൈവിക ശുശ്രൂഷ ഒരു സാധാരണമായ കാര്യമല്ല, അവയിൽ ഒരു വിശുദ്ധത ആവശ്യമാണ്. അതിനാൽ യാഗപീഠത്തിൽ യാഗം അനുഷ്ഠിക്കുന്നതിനും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനും പുരോഹിതർക്ക് ഈ വസ്ത്രങ്ങൾ ഏറെ ആവശ്യമായിരുന്നു. അങ്ങനെ പുരോഹിതർ മാത്രം ധരിക്കുന്ന വിശുദ്ധ വസ്ത്രമായ ഏഫോദ് ഉപയോഗിച്ച് ദൈവഹിതം അന്വേഷിക്കുന്നതിനും അറിയുന്നതിനുമുള്ള കാര്യങ്ങളും ചെയ്തു വന്നിരുന്നു. ദൈവജനം ദൈവിക ആലോചനയ്ക്ക് കാതോർക്കേണ്ടവരാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അതിനാൽ ദൈവ ഇഷ്ടം തിരിച്ചറിയുകയും അനുസരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്തും നമുക്ക് അതുതന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം എന്നാണ് അവിടെ പറയുന്നത്. ഇത്തരത്തിൽ ദൈവിക ശുശ്രൂഷയെ നാം ഓരോരുത്തരും വിശുദ്ധിയോടെ കാണേണ്ടത് ആവശ്യമാണ്. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആകുന്നു. രണ്ടാമതായിട്ട്, ദൈവസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ ജനത്തെ ഹൃദയത്തിൽ വഹിക്കണം. ഇതാണ് ഒരു പുരോഹിതൻ്റെ മറ്റൊരു നിയോഗം. തൻ്റെ മുന്നിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന പുരോഹിതൻ ജനത്തെ ഹൃദയത്തിൽ വഹിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ഇവയ്ക്കായുള്ള ഏഫോദിൻ്റെ ഒരു പ്രത്യേകത, അവയിൽ 12 കല്ലുകൾ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് പതിപ്പിച്ചിരിക്കുന്നു. ഇത് ദൈവസന്നിധിയിൽ പുരോഹിതന്മാർ ജനങ്ങൾക്കായി മധ്യസ്ഥത അണയ്ക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ ഭാരങ്ങൾ തൻ്റെ ചുമലിലേറ്റി ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ട പൗരോഹിത്യ ധർമ്മത്തെ അഥവാ പൗരോഹിത്യ നിയോഗത്തെയാണ് ഇത് വിളിച്ചോതുന്നത്. അങ്ങനെയെങ്കിൽ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ രാജകീയ പുരോഹിത വർഗമായി വിളിച്ചു ചേർക്കപ്പെട്ട നമുക്കും ദൈവസന്നിധിയിൽ അനേകർക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതിനാൽ പുരോഹിതർ അവരുടെ നിയോഗവും വിശ്വാസികളായ നാം നമ്മുടെ നിയോഗവും ഏറ്റെടുക്കുക. ഈ നിയോഗങ്ങളിൽ ഉദാസീനരാകാതെ കാലഘട്ടത്തിന് അനുയോജ്യമായി ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ തമ്പുരാൻ നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്രഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുക്കുവാനും മറ്റുള്ളവരുടെ ഭാരങ്ങൾക്കായി ഇടിവിൽ നിൽക്കുവാനും ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ. ആമേൻ.